ഓം ശ്രീ മഹാലക്ഷ്മിയൈ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. കനകധാരാ സ്തോത്രത്തിൻ്റെ 17ാമത്തെ ശ്ലോകമാണ്. 16ാമത്തെ ശ്ലോകത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, തുടർച്ച എന്ന വണ്ണം 17ാമത്തെ ശ്ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. 17ാമത്തെ ശ്ലോകം നമുക്ക് ശ്രദ്ധിക്കാം. യത് കടാക്ഷസമുപാസനാ വിധി സേവകസ്യ സകലാർത്ഥസമ്പദ സംതനോതി വചനാംഗമാനസൈ ത്വാം മുരാരിഹൃദയേശ്വരീം ഭജേ. യത് കടാക്ഷസമുപാസനാ വിധി സേവകസ്യ സകലാർത്ഥസമ്പദ സംതനോതി വചനാംഗമാനസൈ ത്വാം മുരാരിഹൃദയേശ്വരീം ഭജേ. എളുപ്പം ചൊല്ലാൻ പറ്റുന്ന ശ്ലോകം തന്നെയാണ്. യത് കടാക്ഷ സമുപാസനാവിധി, ആരുടേതായ ഉപാസനാവിധി കൊണ്ട് ഉണ്ടാകുന്ന കടാക്ഷമാണ്. ആ കടാക്ഷം കൊണ്ട് സേവകന് സകല പുരുഷാർത്ഥകനും ലഭിക്കുന്നു. സേവകർ ഒരു ഉപാസനാവിധി കൊണ്ട് ആ കടാക്ഷം ലഭിക്കുമ്പോൾ ആ കടാക്ഷം കൊണ്ട് സകല പുരുഷാർത്ഥവും ലഭിക്കുന്നു. അതാണ് യത് കടാക്ഷ സമുപാസനാവിധി സേവകസ്യ സകലാർത്ഥ സമ്പദ. അപ്പോൾ സംതനോതി വചനാംഗമാനസൈ ത്വാം മുരാരിഹൃദയേശ്വരീം ഭജേ. അപ്പം ആ പുരുഷാർത്ഥങ്ങൾ ലഭിക്കുന്ന ആ ഉപാസനാവിധിയിലൂടെയുള്ള കടാക്ഷത്തിൽ ലഭിക്കുന്ന പുരുഷാർത്ഥങ്ങൾ ആരെയാ? മുരാരിഹൃദയേശ്വരിയായ മഹാലക്ഷ്മിയുടെ കടാക്ഷ ഉപാസനാദിവിധികൾ കൊണ്ട് പുരുഷാർത്ഥത്തെ നൽകുന്നു. ആ ദേവിയെ, അങ്ങനെയുള്ള മഹാലക്ഷ്മിയെ എനിക്ക് വാക്കുകൊണ്ടും ശരീരം കൊണ്ടും സംതനോതി ശരീരം കൊണ്ടും വചനം വാക്കുകൊണ്ടും മാനസൈ മനസ്സുകൊണ്ടും, അങ്ങനെയുള്ള മഹാലക്ഷ്മിയായ ദേവിയെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഞാൻ ആരാധിക്കുന്നു. അമ്മേ, മുരാരിയുടെ ഹൃദയേശ്വരിയായിരിക്കുന്ന, മുരനെന്ന അസുരനെ വധിച്ച് നാരായണൻ്റെ ഹൃദയേശ്വരിയായിട്ടുള്ള, നാരായണൻ്റെ ഹൃദയമായിരിക്കുന്ന ഭഗവതിയെ ഞാൻ ഭജിക്കുന്നു. ത്വാം മുരാരിഹൃദയേശ്വരീം ഭജേ എന്നാണ് വരുന്നത്. അപ്പം അങ്ങനെ മഹാലക്ഷ്മിയുടെ ആരാധന, ഉപാസനാവിധികൾ, സ്തോത്രാലാപനം, ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, തർപ്പണം, ദാസ്യം, നവവിധ ഭക്തിയോടുകൂടി ആരാധന, പഞ്ചോപചാരങ്ങൾ കൊണ്ട് ആരാധന, ഷോഡശോപചാരം കൊണ്ട് ആരാധന. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഈ ആരാധനയിൽ അമ്മ പ്രസാദിച്ചാൽ, അമ്മയുടെ കടാക്ഷം ലഭിച്ചാൽ സകല പുരുഷാർത്ഥങ്ങളും വശീകൃതമാകുന്നതാണ്. ആ പുരുഷാർത്ഥങ്ങളെ നൽകുന്ന മുരാരിയുടെ ഹൃദയേശ്വരിയായ മഹാലക്ഷ്മിയെ ഞാൻ ഭജിക്കുന്നു. എങ്ങനെ? ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ധ്യാന മനനാദികൾ കൊണ്ടും അമ്മയെ ഞാൻ ഭജിക്കുന്നു. മൂകാംബികയിലൊക്കെ നമുക്ക് സകല സങ്കല്പ പൂജയാണ് അല്ലേ? സങ്കല്പം ചെയ്യിപ്പിക്കും നമ്മളെ മാനസം കൊണ്ട്. ഷോഡശ ഉപചാര പൂജാം ആചാര്യമുഖേന എന്നൊക്കെ പറഞ്ഞ് സങ്കല്പം ചെയ്യുന്നുണ്ട്. സങ്കല്പം പ്രധാനമാണ്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരവും കൊണ്ടും അമ്മയെ ആരാധിക്കുക എന്നാണ് പറയുന്നത്. ആ ആരാധനയിൽ ഉണ്ടാകുന്ന കടാക്ഷം കൊണ്ട് സകല പുരുഷാർത്ഥവും സിദ്ധിക്കും. അങ്ങനെ സകല പുരുഷാർത്ഥങ്ങളെ നൽകുന്ന മഹാലക്ഷ്മി അമ്മ, മുരാരിയുടെ ഹൃദയേശ്വരിയായി വിരാജിക്കുന്ന മഹാലക്ഷ്മിയെ ഞാൻ ഭജിക്കുന്നു. ഇതാണ് 17ാമത്തെ ശ്ലോകത്തിൽ ഉള്ളത്. തുടർന്നുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരെയും മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ. ഓം ശ്രീ മഹാലക്ഷ്മിയെ നമഃ. ഓം തത്സത്. ഓം